ഹായ് ഓൾ, നമുക്ക് കുറച്ച് എക്സാംസിന് നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ആ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആണ് 31/12/2025 എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഈ ഒരു വർഷം തീരുമ്പോൾ, ഈ വർഷം തീരുന്നതോടെ ആ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തീരുകയാണ്. ആ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് തീരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അതിൽ വരുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി കയറിയിട്ട് ഉറപ്പ് വരുത്തുക. അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാരണം നമുക്ക് വരുന്ന ഒരുപാട് വേക്കൻസീസ് വരുന്ന പോസ്റ്റാണ്. 2026 നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് നമ്മളൊരു സ്വപ്നമാണ് എന്നുള്ളത് എൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലേക്ക് നോട്ടിഫിക്കേഷൻ എഴുതിച്ചിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതും ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നിങ്ങളൊരു IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവരാണ്, അതിന് കൂടെ നിങ്ങൾക്ക് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 464/2025 464/2025 ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വർഷത്തിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്ന ഒരു പോസ്റ്റാണ് അല്ലേ. എല്ലാ നോട്ടിഫിക്കേഷൻ്റെ കൂടെയും കാണുന്ന ഒരു പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ടെസ്റ്റായിട്ട് ഒരുപാട് എക്സാംസ് ഒന്നിച്ചായിരിക്കും നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചാൻസസ് വളരെ കൂടുതലായിട്ട് വരുന്നതാണ് ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരും മിസ്സാക്കരുത്, നമ്മളെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് വീണ്ടും ഒരു ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സെയിം സിലബസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും. അതും സെയിം ക്വാളിഫിക്കേഷൻ, അതായത് നമ്മളെ IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിനൊപ്പം വരുന്നതാണ് കേട്ടോ. ഹയർ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് 465/2025 ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 31 കേട്ടോ. അപ്പോൾ അതും മറക്കരുത്, അപ്ലൈ ചെയ്യുക. അതായത് IT ഇലക്ട്രിക്കൽ കഴിഞ്ഞവർ അല്ലെങ്കിൽ IT വയർമാൻ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പോസ്റ്റുകളാണ് ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹെൽപ്പറും കേട്ടോ. ഇനിയും നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോസ്റ്റിൽ ഇറങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോമൺ ടെസ്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ ടെസ്റ്റായിട്ട് നടക്കുമ്പോൾ അത് നിങ്ങളെ ചാൻസസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും ഒരു ഹൈ ഇതാണെന്ന് പറയാം അല്ലേ. നമുക്ക് എക്സാംസ് കൂടുതൽ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാ എക്സാംസിലും എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലാ എക്സാംസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എഴുതാം. ഇനി വരുന്നത് നമുക്ക് അടുത്ത സിവിൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പോസ്റ്റാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ. നമ്മളെ SCDDയിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അത് 456/2025 വരുന്ന കാറ്റഗറിയിൽ നമ്പർ വരുന്നത് അല്ലേ. ഈ കാറ്റഗറി നമ്പർ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്വിക്കായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. കാറ്റഗറി നമ്പർ വെച്ചിട്ട് 456/2025 എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്മാൻ സിവിലേക്ക് വരുന്ന SCDDയിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ. SCDDയിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ IT വരുന്ന അതേ ജോബാണ് അല്ലേ. IT പഠിപ്പിക്കുക എന്നുള്ളൊരു അതേ ജോബാണ് വരുന്നത്. ആ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള പോസ്റ്റാണ് അല്ലേ. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ് അവിടെ ഉള്ളത്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, അപ്പോൾ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 456/2025 ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, 461/2025 ഉണ്ട് കേട്ടോ. 461/2025 ഉണ്ട്. 465/2021 എന്ന് പറയുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 31. അപ്പോൾ ഞാനിപ്പോൾ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പറഞ്ഞു. IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട് അല്ലേ. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, അതായത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റും അതേപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഉള്ളത് നമ്മളെ കമ്പ്യൂട്ടർ ആണോ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതുണ്ടെങ്കിൽ, അതായത് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech അല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ഒക്കെ കഴിഞ്ഞവർക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്ന 442/2025 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്പർ വന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമർ പോസ്റ്റ് കേട്ടോ. അസിസ്റ്റന്റ് പ്രോഗ്രാമർ പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech ഉള്ള ആളാണോ, അതുമല്ലാതെ നിങ്ങളൊരു MSc കമ്പ്യൂട്ടർ സയൻസിൽ MSc ഉള്ളതോ അല്ലെങ്കിൽ MCA ഉള്ളവരാണോ, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവരാണോ എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ 31
12/2025 മുന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെയുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് 460/2025 ആണ്. 460/2025 എന്ന് പറയുന്നത് അവിടെ MCA ഓർ BTech ആണ് പറയുന്നുണ്ടാവുക. BTechൽ IT ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവരാണ്. MCAക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കാറ്റഗറി നമ്പർ 460/2025 വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാറ്റഗറി നമ്പറുകളെല്ലാം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി നമ്പറൊക്കെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. നമ്മുടെ PSCയുടെ വെബ്സൈറ്റ് തുറന്ന് അല്ലേ, വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ് വെബ്സൈറ്റ് തുറന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. കാരണം ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉറപ്പ് വരുത്തുക. അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഇലക്ട്രീഷ്യൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബാച്ച്, ഒരു ഗോൾഡ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജനുവരി 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ജനുവരി 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ 464/2025 ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ ഹെൽപ്പർ, KW ഇലക്ട്രീഷ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാം എന്താണ്, നമ്മൾക്ക് ഇനി വരും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, IT ഇലക്ട്രീഷ്യൻകാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മളെ KCB മസ്തൂർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ്. ഒരുപാട് വേക്കൻസിയാണ് അല്ലേ. നമ്മളെ വേക്കൻസീസ് എണ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് 2000-ഓളം വേക്കൻസി നിലവിൽ റിപ്പോർട്ടഡ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണത്. ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് വേക്കൻസിയുടെ എണ്ണവും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള വേക്കൻസീസും കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് പ്രൊമോഷൻ കഴിഞ്ഞ് അങ്ങനത്തെ വേക്കൻസീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ നമ്പർ ആയിരിക്കും ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള ബാച്ചാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ജനുവരി 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2025 ലാസ്റ്റ്, അതായത് ഫ്യൂച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം അതിനെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾ ജനുവരി 1 ബാച്ച് തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടൊക്കെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പ്രൈസ് ഹൈക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്കത് മാക്സിമം ബെനിഫിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബാച്ചിൽ ആദ്യം മുതലേ ബേസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു ഗോൾഡ് ബാച്ചാണ്, അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു അവസരം മാക്സിമം മുതലാക്കുക. ഇതിന് താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൗൺസിലർ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കോർഡിനേറ്ററും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കിയുള്ള അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ മുതലാക്കുക. ജനുവരി 1-ാം തീയതിക്ക് മുന്നായിട്ട്, അതായത് 31/12 നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ നോട്ടിഫിക്കേഷന് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കോഴ്സിന് ചേരാനും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു മാക്സിമം നിങ്ങൾക്ക് ആ ഒരു 2026 നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് ഒപ്പം തന്നെ ജോബ് ക്രാക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അത് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. 31/12 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ, മറക്കരുത്. 31/12 പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്നും കൂടി ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നോക്കുക കേട്ടോ, ഒന്ന് മറന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ജസ്റ്റ് അതും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇനി അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവരെല്ലാവരും അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക്